എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷയിൽ ഒരു ടുക് ടുക്കിൽ ഒരു ക്യാമ്പർ എന്ന കാറ്റഗറിയിലേക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ്. സാധാരണ മുൻപത്തെ വീഡിയോയിൽ ഒരു ഒക്ടോബർ 23 ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിന് ഓട്ടോറിക്ഷ. അതിൽ നവീൻ റിബേലയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളുടെ ഇദ്ദേഹത്തിൻ്റെ UK ട്രിപ്പ് 10,000 കിലോമീറ്റർ ഗുഡ്സ് വെഹിക്കിളിൽ യാത്ര ചെയ്ത് പറഞ്ഞിരുന്നു. ആ ഗുഡ്സ് വെഹിക്കിളിൽ യാത്രയിൽ അതിൽ ക്യാമ്പർ സെറ്റ് ചെയ്യാനും കമ്പാരിറ്റീവ്ലി ഈസിയാണ്. കാരണം അതിൻ്റെ ലഗേജ് സൈസ് അങ്ങനെയാണ് 4x4 4.8x4.4 സംതിങ് സൈസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷേ ഇതൊരു പാസഞ്ചർ വെഹിക്കിൾ ഒരു പ്രൈവറ്റൈസേഷൻ കിട്ടുന്ന 3+1 സീറ്റിങ്ങുള്ള വണ്ടിയിലാണ് പറഞ്ഞത്. ഇതേപോലെ ബോഡി കെട്ടിയ വണ്ടിയാണെങ്കിൽ നമുക്ക് കൺവേർഷൻ ഈസി ആയിരിക്കും. ഞാനിതിനെക്കുറിച്ച് കുറേ കാലം അന്വേഷിച്ചു, ഒരു 6-7 ദിവസം ഇതിന് വേണ്ടി റിസർച്ച് നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ ഒന്നിലും എനിക്ക് അങ്ങനെ ചെയ്തതായിട്ട് വർക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന പോലെ കുറച്ച് ഡയഗ്രാംസ് ഒക്കെ വരച്ചിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇങ്ങനൊരു ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വണ്ടി സെലക്ട് ചെയ്യാം. ഒന്ന് ബജാജിൻ്റെ മാക്സിമ, 2 പിയാജിയോൻ്റെ എയ്പ്പ് എന്ന് പറയുന്ന വണ്ടി, 3ാമത് മഹീന്ദ്രയുടെ ആൽഫ. ഇതെല്ലാം സെക്കൻഡ് ഹാൻഡിൽ നമുക്ക് 1,00,000 രൂപ താഴെ, ഒരു 70,000 80,000 ഇടയിൽ നല്ല വണ്ടി കിട്ടുന്നതായിരിക്കും. ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ആപ്പയെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ആപ്പയ്ക്ക് ഒരു 9.6 അടി നീളമുണ്ട്, 4.8 വീതിയുണ്ട്. പാസഞ്ചർ ഏരിയ, അതായത് പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റ്, ഡ്രൈവറിൻ്റെ ബാക്കിൽ നിന്ന് പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റ് 4 അടിയോ കൂടുതലോ നീളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് സുഖമായി കിടന്നുറങ്ങണമെങ്കിൽ ഒരു 4-6 അല്ലെങ്കിൽ 6-4 സൈസിലുള്ളൊരു നമ്മുടെ സാധാ കട്ടിൽ ആ ഒരു സ്പേസ് ഉള്ളിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പയ്ക്ക് 2 അടി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ വണ്ടിയിൽ ചെയ്താലാണ് നമുക്ക് സ്ലീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കണ്ടെത്തിയിരിക്കുന്ന മാർഗ്ഗം എന്ന് പറയുന്നത് പെർമനൻ്റ്ലി ഒരു മോഡിഫിക്കേഷൻ ചെയ്യുന്നില്ല. ആപ്പയുടെ നിലവിലിറങ്ങിയ BS6 മോഡലിലടക്കം ആപ്പയ്ക്ക് പാസഞ്ചർ വെഹിക്കിളിന് 750 കിലോ ആണ് GVW എന്ന് പറയുന്നത്. അതിൽ 450 കിലോ അതിൻ്റെ കർബോഹൈഡ്രേറ്റ് പോകും. ബാക്കി 300 കിലോയ്ക്കകത്ത് നിന്നിട്ട് വേണം നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം തീർക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് മെറ്റീരിയൽ ആണെങ്കിലും ഏറ്റവും വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ GVW ഒരുപാട് കൂടിപ്പോകും, പെർഫോമൻസിനെ ബാധിക്കും. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന സിമ്പിൾ ഐഡിയ ആണ് കേട്ടോ. നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ മേശവിരിപ്പൊക്കെ വലിക്കുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അലമാരുടെ ഡ്രോപ്പ് മുന്നിലേക്ക് വെച്ച് സ്ഥലത്ത് സൗകര്യം കൊടുക്കുന്നുണ്ടല്ലേ, അതേപോലെ മെറ്റീരിയലാണ് പറയുന്നത്. നിങ്ങളുടെ പാസഞ്ചർ ക്യാബിനകത്തുള്ള സീറ്റ് എടുത്ത് മാറ്റുക. എന്നിട്ട് അത് 4 അടിയാണെങ്കിൽ 2 അടിക്കുള്ള ഒരു ബോക്സ്, വൺ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബോക്സ് കയറ്റി വയ്ക്കുക. നിങ്ങൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ബോക്സിനെ പുറത്തേക്ക് തള്ളി വയ്ക്കുക. അതിന് സപ്പോർട്ടായിട്ട് നമ്മുടെ ഡോർ ഉണ്ടല്ലോ, പിന്നിൽ ഡോർ തുറന്ന് വെച്ചിട്ട് 2 അടി വലിപ്പമുള്ള ഈ ബോക്സ് പ്രകടമായിട്ട് തള്ളി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസഞ്ചർ ക്യാബിൻ ഇപ്പോൾ 6 അടി നീളവും 4 അടി വീതിയുള്ള ഒരു കട്ടിലിനോട് സാദൃശ്യം മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ സാധനം ചെയ്യുന്നതിൽ ഈ ഉപയോഗിക്കുന്ന പ്ലൈവുഡോ അല്ലെങ്കിൽ MDF ഏതെങ്കിലും വെയിറ്റ് കുറഞ്ഞ മെറ്റീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് GVW ബാധിക്കാണ്ട്, നിങ്ങളുടെ ഡ്രൈവർ ക്യാബിനെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് പാസഞ്ചർ ക്യാബിനിൽ മാത്രം 6-4 എന്നുള്ള സൈസ് വരുത്തി തീർക്കാൻ സാധിക്കും. നിങ്ങളൊരു സോളോ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പാസഞ്ചർ ക്യാബിൻ അങ്ങനെ ഫ്രീ ആയി വിടാം. അത്രയും സ്ഥലം സൗകര്യം ഫ്രീ ആയി വിടാം. അതിൽ ബെഡോ കാര്യങ്ങൾ എന്ത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതല്ല 2 പേരോ 3 പേരോ അടങ്ങുന്ന യാത്രയ്ക്കാണ് പോകുന്നതെങ്കിൽ ഫ്രണ്ടിലൊരു സീറ്റ് നമ്മൾ ഒന്നും ചെയ്യേണ്ടത്, അങ്ങനെ ഇരുന്നോട്ടെ. ബാക്കിലൊരു 2 സീറ്റുകൾ റിക്ലൈനബിൾ സീറ്റുകൾ പിടിപ്പിക്കുക. അതായത് 180 ഡിഗ്രി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റിലേക്ക് മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായി, നിങ്ങൾക്ക് അത് ആവശ്യത്തിന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 അടിക്കുള്ള ബെഡ് സ്പേസും കിട്ടും, നോർമൽ റണ്ണിംഗ് ടൈമിൽ ഇരിക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതിലുള്ള ലഗേജ് കാര്യങ്ങളൊക്കെ അവിടെ വയ്ക്കുന്നത്. ലഗേജിന് വേണ്ടിയിട്ട് നമുക്ക് റൂഫ് ടോപ്പിൽ ഒരു ലഗേജ് കരിയർ സെറ്റ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു 1 അടി ഉയരെങ്കിലും വേണം. കാരണം നമ്മൾ തുണികളെ കാര്യങ്ങളൊക്കെ പെട്ടിയിലാക്കി വയ്ക്കുകയാണെങ്കിൽ, അതുപോലെ സ്റ്റെപ്പിനി ടയർ, ഒരു 1-2 സോളാർ പാനൽ, ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്ഥലം നമ്മൾ റൂഫ് ടോപ്പിൽ ഒരു കരിയർ വെച്ചിട്ട് അതിൽ സെറ്റ് ചെയ്യാം. നമ്മുടെ ഡ്രൈവർ സീറ്റ് സാധാരണ മെറ്റൽ ഫ്രെയിമിന് മീതെ സീറ്റ് ഉണ്ടാവുക. അതിന് നമുക്കൊരു പ്ലൈവുഡ് ബോക്സിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആക്കി മാറ്റിയെടുക്കാം. അതിന് 3 കമ്പാർട്ട്മെൻ്റ് ആക്കാം. ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് വണ്ടിയുടെ ബാറ്ററി, സോളാറിൻ്റെ ബാറ്ററി, അതുപോലെ സോളാർ ചാർജർ, നമ്മുടെ വണ്ടി കുറച്ച് ടൂൾസ് വയ്ക്കാം. 2ാമത്തേൽ കുറച്ച് അരിയും കുറച്ച് മസാലപ്പൊടികൾ കാര്യങ്ങൾ സൂക്ഷിക്കാം. 3ാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് കുറച്ച് പാത്രങ്ങളെല്ലാം സൂക്ഷിക്കാൻ പറ്റും. ഓട്ടോറിക്ഷയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൺട്രോളുകൾ മുഴുവൻ മാക്സിമം കയ്യിലാണ് വരുന്നത്. ഗിയറും ആക്സിലേറ്ററും കയ്യിലാണ്, ബ്രേക്ക് മാത്രം വലത് സൈഡിൽ കാലിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജിലുള്ള സ്ഥലങ്ങൾ, ആ കർവായി നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് ഗ്യാസ് സ്റ്റവോ സിലിണ്ടറോട് കൂടി ഗ്യാസ് സ്റ്റവോ, അതെല്ലാം തന്നെ 20 ലിറ്ററിൻ്റെ വാട്ടർ കാർ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സൂക്ഷിക്കാനുള്ള സൗകര്യം ആ വാഹനത്തിലുണ്ടായിരിക്കും. ഇത്രയും വർക്കുകൾ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ വാഹനത്തിൽ കുക്ക് ചെയ്യാനും സ്ലീപ്പ് ചെയ്യാനും ട്രാവൽ ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു. ഓട്ടോറിക്ഷ ഇപ്പോഴും സോഫ്റ്റ് ടോപ്പാണ്. അതിന് പ്രത്യേകിച്ച് ഡോറുകളോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊരു സേഫ്റ്റി നമുക്ക് പ്രശ്നമായി തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട എത്രയാണ്, 2 ഹാഫ് ഡോറിൽ 2 സൈഡും പിടിപ്പിക്കുക പാസഞ്ചർ ക്യാബിൻ്റെ. അതിനുശേഷം 2 സൈഡിലും സ്ലൈഡ് ചെയ്യാവുന്ന ഗ്ലാസും പിടിപ്പിക്കുക. അപ്പോൾ പാസഞ്ചർ ക്യാബിൻ ഏതാണ്ട് സെക്യൂർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രൈവർ ക്യാബിനിൽ എങ്ങനെ ഡോർ പിടിപ്പിക്കാൻ ആലോചിക്കാം. അതിന് ഏറ്റവും വലിയ എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ ഗുഡ്സ് ആപ്പ് ഉണ്ടല്ലോ, പഴയ ഗുഡ്സ് ആപ്പയുടെ പഴയ ഡോറുകൾ സെക്കൻഡ് ഹാൻഡ് റേറ്റിൽ കിട്ടും. അത് മേടിച്ച് നമുക്ക് ഇതിൽ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം കൂടുതൽ സെക്യൂർ ആയി തീർന്നു. 4 ഡോറുകൾ അടച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സുരക്ഷിതമായി വാഹനത്തിനകത്ത് കടന്നിറങ്ങാൻ പറ്റും. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ GVW നല്ല രീതിയിൽ കൂടും. അപ്പോൾ അത് കൂടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ വളരെ കുറഞ്ഞ വെയിറ്റിലുള്ള ഉപയോഗിക്കണം. നമുക്ക് 2 ആൾ യാത്ര ചെയ്യുകയാണെങ്കിൽ 150 കിലോ 2 പേരുടെ വെയിറ്റായി. പിന്നെ ബാക്കിയുള്ളത് വേറെ 150 കിലോയ്ക്ക് ഇത്തരം വർക്കുകളെല്ലാം തീർക്കേണ്ടതാണ്. ഇനി അതല്ല, നിങ്ങൾ സേഫ്റ്റിയെക്കുറിച്ച് അത്ര ബോധേടല്ല, നിങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാത്രമേ വാഹനം പാർക്ക് ചെയ്യുന്നുള്ളൂ, അതിനുശേഷം മാത്രമേ കിടക്കുന്നുള്ളൂ, അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വാഹനത്തിൻ്റെ വെയിറ്റ് കൂടാതെ നിങ്ങൾക്ക് ടാർപോളിന് ഉപയോഗിച്ചുള്ള കവറുകൾ, നമ്മൾ മഴക്കാലത്തൊക്കെ ഓട്ടോറിക്ഷ കവർ ചെയ്യല്ലോ, അത്തരം കവറുകൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനം കവർ ചെയ്ത് കഴിഞ്ഞ് വാഹനത്തിനകത്ത് കിടന്നുറങ്ങാം. പക്ഷേ സേഫ്റ്റി നമ്മുടെ കയ്യിൽ മാത്രമാണ്. അല്ലെങ്കിൽ അത്രയും സുരക്ഷിതമായ സ്ഥലത്ത് മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ.
നമ്മൾ ക്യാമറയായിട്ട് സെറ്റ് ചെയ്യാൻ ചെയ്ത മോഡിഫിക്കേഷൻ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒന്ന് പിന്നിൽ സീറ്റ് എടുത്ത് മാറ്റുന്നു, ഒരു എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ബോക്സ് ഘടിപ്പിക്കുന്നു, ഡ്രൈവർ സീറ്റിന് താഴെ ഒരു ക്യാബിൻ ഘടിപ്പിക്കുന്നു. ഇത്രയും സേഫ്റ്റി കൂടുതൽ നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് 4 ഡോറുകൾ പിടിപ്പിക്കാം, അതല്ലെങ്കിൽ ടാർപോളിൻ ഉപയോഗിച്ച് മറിക്കാം. ഇത്തരം ചെറിയ ചെറിയ വർക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാധാ പാസഞ്ചർ വെഹിക്കിളിന് നിങ്ങൾക്ക് ഒരു ക്യാമറയായി മാറ്റിയെടുക്കാൻ പറ്റും. ഇതിന് ഡീസൽ വാഹനം തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഇത്തരം ആപ്പേൻ്റെ ആയാലും ബജാജിൻ്റെ ആയാലും പെട്രോൾ വാഹനങ്ങൾ, CNG വാഹനങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അതാകുമ്പോൾ ശബ്ദം കുറച്ച് കുറവായിരിക്കും, കുറച്ചും കൂടി സ്മൂത്ത് റൈഡിങ്, വൈബ്രേഷൻസ് കാര്യങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക്, നിങ്ങളുടെ ഐഡിയ നന്നായിരുന്നു അല്ലെങ്കിൽ ഇത് മോശം ഐഡിയ ആണ് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാം. നന്ദി, നമസ്കാരം.